ഇന്നിപ്പോൾ മോദി പറയുകയാണ് കോൺഗ്രസിൻ്റെയും എസ് പിയുടെയും സർക്കാർ അധികാരത്തിൽ വന്നാൽ അവർ രാമക്ഷേത്രം ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുമെന്ന്. അത് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? രണ്ട്, ഈ ദിവസങ്ങളുടെ മോദിയുടെ പ്രസംഗങ്ങളുടെ ഒരു തുടർച്ച പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന കാര്യം, കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് കാണൂ എന്ന മുഖവരിയോടെ അദ്ദേഹം പറഞ്ഞ നുണകൾ നമുക്ക് എണ്ണിയെടുക്കാൻ കഴിയും. കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഇല്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും വെറുതെ പറയുക പോലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ അച്ചടിച്ചിട്ടുണ്ട് എന്ന നുണയുടെ പിൻബലത്തിൽ അദ്ദേഹം വർഗീയത പ്രസംഗിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് അദ്ദേഹം നുണ പറയുന്നത്? എന്തിനാണ് അദ്ദേഹം നുണയിന്മേൽ വർഗീയത പറയുന്നത്? അദ്ദേഹത്തിന് ക്ഷേമ പ്രവർത്തനങ്ങളുടെ റെക്കോർഡ് പ്രസംഗിച്ചാൽ പോരെ? ഇവിടെ കോൺഗ്രസ് പ്രതിപക്ഷ കക്ഷികൾ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കാശ്മീരിന് പഴയ പദവി തിരികെ കൊടുക്കും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 370-ാം വകുപ്പ് എടുത്ത് കളയും, CAA നടപ്പാക്കിയത് റദ്ദാക്കും എന്ന് തുടങ്ങി എണ്ണി ഇവിടെ പ്രതിപക്ഷവും കോൺഗ്രസും ഒക്കെ പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കുക രാഷ്ട്രീയ രംഗത്തും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തും ആവശ്യമാണ്. അത്തരം കാര്യങ്ങൾ, അതുപോലെ രാംലല്ലയുടെ കാര്യത്തിൽ അത് BJP-യുടെ രാമനാണ്, അവിടെ ഞങ്ങൾ ദർശനം ചെയ്യില്ല എന്നൊക്കെയുള്ള നിലപാടെടുത്താൽ അതിൽ നിന്ന് വരുന്ന അർത്ഥം എന്താണ്? ആ രാമക്ഷേത്രത്തിൽ ഇതുവരെ രാഹുൽ ഗാന്ധി പോയിട്ടില്ലല്ലോ. അപ്പോൾ രാമക്ഷേത്രത്തിൽ പോകാത്തവർ രാമക്ഷേത്രത്തിന് എതിരല്ലേ? ആ ആശയം പ്രചരിപ്പിക്കുന്നത് രാഷ്ട്രീയ രംഗത്ത് തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ ആവശ്യമാണ്. അതിന് വർഗീയമായിട്ടോ ഭരണമായിട്ടോ വളരെ വളരെ ലഘുരൂപത്തിൽ പറഞ്ഞു പോവല്ലേ. കോൺഗ്രസ് ഒരിക്കലും രാമക്ഷേത്രത്തിനെതിരായിട്ടൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. രാമക്ഷേത്രം നിങ്ങൾ അസമയത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ്. ആ ഉദ്ഘാടന ചടങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കില്ല, കാരണം അത് നിങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ്, മോദിയുടെ പൊളിറ്റിക്കൽ പ്രോജക്റ്റാണത്. അല്ലാതെ രാമക്ഷേത്രത്തിന് ശിലയിട്ടപ്പോൾ ഐക്യത്തിൻ്റെ ശില ഇട്ടു എന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. കോൺഗ്രസിൻ്റെ നിരവധി നേതാക്കൾ ഇതിനകം അവിടെ പോയിട്ടുണ്ട്. പല നേതാക്കളും അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസ് ഒരിക്കലും രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിനെതിരായി ഒരു ഒഫീഷ്യൽ പൊസിഷൻ എവിടെയും പറയുകയോ പ്രസംഗിക്കുകയോ എഴുതുകയോ അച്ചടിച്ചു വെക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ വീണ്ടും പറയുകയാണ്, അസത്യത്തിന് മേലെ വിഭജനാശയം കെട്ടിപ്പടുക്കരുത്. വിഭജനാശയം ഇവിടെ കെട്ടിപ്പടുത്തതും വിഭജനം കൊണ്ടുവന്നതും കോൺഗ്രസ്സാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ആരും ഇന്ത്യ വിഭജിക്കപ്പെടും എന്നോർത്തതല്ല. പക്ഷേ ഇന്ത്യയെ വിഭജിക്കാൻ വേണ്ടി തയ്യാറായത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് അല്ലായിരുന്നുവെങ്കിൽ വിഭജനം ഉണ്ടാകുമായിരുന്നില്ല. ആ നാൾ മുതൽ ഈ നാൾ വരെ, ഇന്ന് വരെ കോൺഗ്രസ്സാണ് ജാതി പറഞ്ഞ്, വർഗീയത പറഞ്ഞ്, മതം പറഞ്ഞ് ആനുകൂല്യങ്ങൾ കൊടുത്ത് വിഭജനം എന്ന് പറയുന്നത് വോട്ട് ബാങ്കാക്കി വളർത്തിക്കൊണ്ടുവന്നത് കോൺഗ്രസ് സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോഴും സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ജാതി നോക്കി, മതം നോക്കി, ഭൂരിപക്ഷം നോക്കി മാത്രമാണ് ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. അത് കോൺഗ്രസ് ഈ രാജ്യത്ത് പഠിപ്പിച്ച് കമ്മ്യൂണിസ്റ്റുകാർ പോലും അനുവർത്തിച്ച ജാതീയതയും വർഗീയതയുമാണ്. BJP അങ്ങനെ ചിന്തിക്കുന്നതേയില്ല. അതുകൊണ്ട് BJPക്ക് മതവർഗീയത എന്ന സംഗതിയേ ഇല്ല എന്ന് മനസ്സിലാവും. ഞാൻ അതിലേക്ക് വരുന്നതിന് മുൻപ് ഇപ്പൊ നോക്കൂ, കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്, ജനങ്ങളെ നിങ്ങൾ അറിഞ്ഞോ, നിങ്ങളുടെ താലിമാല വരെ പൊട്ടിച്ചെടുത്ത് അപ്പുറത്ത് കൊടുക്കാൻ പോവുകയാണ്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞോ, ഇന്ത്യൻ കായിക ടീമിനെ രൂപീകരിക്കുമ്പോൾ അതിൽ റിസർവേഷൻ കൊണ്ടുവരാൻ പോവുകയാണ്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞോ, ഗവൺമെന്റ് കരാറുകളിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായി ടെൻഡർ കൊടുക്കാൻ പോവുകയാണ്, നിങ്ങൾ അറിഞ്ഞോ. ഇങ്ങനെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന മട്ടിൽ മോദി നുണ പറയുന്നു എന്നാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. ഞാൻ സ്പെസിഫിക് ആയിട്ട് സംസാരിക്കാൻ, തർക്കിക്കാൻ സജ്ജനാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലുണ്ടോ? മോദി ഈ നുണ എന്തിനാണ് ജനങ്ങളോട് പറയുന്നത്? സ്പെസിഫിക് ആയിട്ട് മറുപടി പറയാൻ ഞാനും തയ്യാറാണ്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അങ്ങനെ ഉണ്ട് എന്ന് മോദി പറഞ്ഞതായി തെളിയിക്കാമോ? അങ്ങനെ മോദി എവിടെ പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, അതിൻ്റെ ഒരൊറ്റ രേഖയെങ്കിലും കാണിക്കാമോ? അങ്ങനെ കാണിക്കാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെയാണെന്നുള്ള മട്ടിൽ നിന്നും പറഞ്ഞുള്ള മാധ്യമ വ്യാഖ്യാനമല്ലാതെ അങ്ങനെ പറഞ്ഞു എങ്കിൽ കൃത്യമായിട്ടും കേസ് കൊടുക്കണ്ടേ? എന്താ കേസ് കൊടുക്കാത്തെ? മോദി അങ്ങനെ പറഞ്ഞു, അത് തെരഞ്ഞെടുപ്പ് ചട്ടത്തിനെതിരാണ്, അത് വർഗീയതയാണ്, ഒരു കേസ് കൊടുത്തൂടെ? എന്താ കേസ് കൊടുക്കാത്തത്? അതല്ലേ ഇറക്കിയല്ലോ. അല്ലെന്നേ, നിങ്ങൾ എവിടെയാലും കൊടുക്ക്, അല്ല നിങ്ങളെ ഇഷ്ടമുള്ളിടത്ത് കൊടു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് കൊടു. അങ്ങനെ എവിടെയെങ്കിലും ഒരു കേസ് കൊടുത്തിട്ട് വന്ന് ഇതേ കേസ് കൊടുത്തിരിക്കുന്നു, ഇതാ ഇന്ന കാര്യങ്ങൾ അതിലുണ്ട്. മല്ലികാർജുൻ ഖാർഗെ, ഞങ്ങളുടെ പ്രകടന പത്രിക നിങ്ങൾക്ക് അയച്ചു തരാം, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ എവിടെയാണ് എന്ന് കാണിച്ചു തരാമോ എന്ന് മോദിയെ വെല്ലുവിളിക്കുന്നുണ്ട്. മോദി ആദ്യം തന്നെ ഈ വിഭജനം പ്രസംഗിക്കുമ്പോൾ